രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഉജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനനൗഷധത്തിനങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിടിനാൻ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നവനന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാമോദപൂർവം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാനർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണമിങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോടു ചൊല്ലിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ഞാൻ ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്ന് രണാങ്കണം തന്നിൽ വീഴ്ത്തിടിനാൻ. വെന്നിപ്പറയുമടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നെടോ. താപസനായി ചെന്നു മാർഗമധ്യേ ബുക്ക് പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാരമാമെന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെക്കുറിച്ചു മരിപ്പതിന് കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കേ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരുമൊക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമനു കൊണ്ടു കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്യുദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ
ആത്മനി കണ്ടുകണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിരങ് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായെന്തൊന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകഥാ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാ ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുമായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെയവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകമീശ്വരൻ തങ്ങളെ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു. ശുദ്ധനാത്മാ പരനേകനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണ്ടുന്നതെല്ലാം അവന് വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യ പ്രകൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരുവാനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനയാശ്രയിച്ചത്യന്തശുദ്ധ്യാ സുബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മകർണികാ മധ്യേ സുവർണപീഠോൽപലേ രത്നാഗണാഞ്ജിതേ നിർമ്മലേ ശ്ലിഷ്ണേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനമൈരാവതീ തുല്യപീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാങ്കുലിയോരു രത്നാംഗിരകുണ്ടല നോപുര ചാരുക കടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീരാമവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദസ്ഥിതം സർവേശ്വരം വരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം വരം
നാമരൂപാധിഹീനം പുരാണം ശിവം രമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗണം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി വധം. കാലനേമിക്ഷണദാചരനന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രൂക്ഷ സ്വഭാവം ഇതുകൊണ്ടു കിംഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിതെന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനദ്യ സമുദ്യുക്തനായേ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കടായുധാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതം ശിഷ്യജന പരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാനിവിടെയൊരാശ്രമമെന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കേണമെൻ മനോവിഭ്രമമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൗഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ. യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായ ആശ്രമശ്രമം രംഭാവന സഹർജുരകേരാമ്രാതി സമ്പൂർണമത്യച്ഛതോയവാപീയുതം. കാലനേമിത്രിയാമാചാരനും തത്ര ശാലയിൽ ഋത്വിക് സദ്യാദികളോടും. കാലനേമിയാമാചാരനും തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാറനുഷ്ഠിച്ചു ചന്ദ്രചൂഢ പ്രസാദം വരുത്തിയിടുവാൻ. ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജനഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിക്കുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നെൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്തം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതുകൊണ്ടു ചൊല്ലിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കവിപുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. വാരം പെരുതുതേ പാരം പെരുതുമേദാഹമതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്ത് മായാവിരചിതനായ വടുവിനെ
തോയകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാമമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവാനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുത കണ്ണുമടച്ചു വാവീതളം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയുമുന്നതനായ മഹാകവിവീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്ത് കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടുപോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ണിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും തേജോഹരാംഗിയാമപ്സര സ്ത്രീമണി ചേതോഹരാംഗിയാമപ്സര സ്ത്രീമണി വാദാത്മജനോടു ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കവിവര. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതിമേ നാമം മഹാമതേ. മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണപ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു. താപസദേവഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം. ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദവംശവിശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനവവീര കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമിതൻ നന്ദിയെ ചെന്നാനവനോടു ചൊന്നാൻ അസുരനും വന്നിടുവാനത്ര വൈകിയതെന്തടോ. കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കവിവരൻ ഒന്നടിച്ചാൻ. അതുകൊണ്ട് അവനും തഥാ ചെന്നു പുക്കിടിനാൻ ധർമ്മരാജാലയം. ഹരേ രാമ രാമ. ദിവ്യൌഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധവാസമൃഷവാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുൻപിൽ വച്ചിണ്ടൽ തീർത്തിടിനാൻ. വൻപടയ്ക്കന്നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ. നീലകണ്ഠനും ആനന്ദനായി വന്നിതേറ്റവും ഔഷധത്തിൽ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ. വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും
യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. ഹരേ രാമ രാമ. മേഘനാഥവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്കെ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ. കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ. വെന്തു പൊറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുരഹർമ്മ്യഗേഹങ്ങളും കാശീസകാഞ്ചനരൂപ്യതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളുമായ ധനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിച്ചാനനാകുലം. മാരിതു ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴുങ്ങിച്ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനനവീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോക്കെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാൻ എന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നടുത്താർ കവിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചു പിടിച്ചു മടിച്ചും അങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും രാമരം തോറ്റുപോകായെന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി ബുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും. കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദനപുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും. യൂപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ
കൗണവന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദനും ആശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താനതു നേരം കൊന്നാൻ പ്രജംഘനെ താരേയനുമഥ പിന്നെയവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനേയുമഥ മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിടിനാൻ നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലാമാറു ചാടി വീണുഗ്രതയോടവൻ വിൽകളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാനബ്ധിയിൽ വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരയേറി വന്നിടിനാൻ സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതിക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചോരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാർ പിന്നെ ഖരാത്മജനാം മകരാക്ഷനോടന്യൂന്യകോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടും അടുത്തുരണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വഗ്നികീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊഴിപെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലാം മാറുചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെത്തതാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തുമൊട്ടു തീർത്തിടിനാൻ രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടും കൂടി പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുൾപൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തഃപുരം ബുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരുചിത്വം പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ട സൗമിത്ര ചെന്നു കാകുൽസ്ഥനോടിദ്ധമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്നത് എത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ
ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടഥ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തിയെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ലാകിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തുവില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്ക് മായാസീതയെ തേരിൽ വച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതിതാനും പരവശനായിതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരിതു ജാനകിയെന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാം ഇനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകൂലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതുപോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നീടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. യുദ്ധമാകർണ്യ വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തെങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടിതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവർ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ സൗമിത്രിതാനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദവഞ്ചനാപുത്രനും ഉത്സംഗസീനി ചേർത്താൻ. അതുകൊണ്ട് നിസ്സജ്ഞരായൊക്കവേ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ദോഷമുണ്ടായതെന്നാത്മന് ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാരുതിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാനിപുണനാം മേഘനിനാഥനിക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശുകേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബിലയിൽ ചെന്ന് പുക്കുടൻ തന്നെ ഹോമം കഴിച്ചതിനായിക്കൊണ്ട് കണ്ടൊരുപായം അത്യത്ഭുതം. ചെന്നിനീ ഹോമം മുടക്കേണമല്ലാകിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിധേ. ലക്ഷ്മണനും വടിയനും കവികുലമുഖ്യ പ്രവരരുമായിട്ടു പോകണം.
ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കേണമെന്ന് വിഭീഷണൻ ചൊന്നതു കേട്ടളവ് ആലസ്യം തീർന്നു മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമചന്ദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോവരനും നടന്നാനതു നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിധാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാധിശതബലി ജാംബവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലി ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റു ഇത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുമ്പിൽ നടന്നു വിഭീഷണൻ താനുമായി മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്ന് നികുംഭില ബുക്കു പറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി അടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോഴെടുത്തു പോരിനടുത്തിടിനാൻ. മുൻപിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനു വന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞില ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തിതി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥം അസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾസുതൻ അൽപ്പന്ന നേരം. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം തൊന്നാൻ ദശാനനപുത്രനും. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ട് തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നുനെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്തു കണ്ടേതും ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവുമറിക നീ വംശം മുടക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്കു മാനസേ. വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ഞാൻ ആംശുമാലീകുല നായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതേതു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാനാശ സൗമിത്രി തന്നോടവൻ.
രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ കുമാര നീ വിശേഷിച്ചും. രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊള്ളല്ലാകിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും സരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചരനും സുമിത്രാതനയനും. വാരമടുത്ത് 5 ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതിസാരമായോരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനന്നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റം അടുത്തു ബാണങ്ങൾ തൂകിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കൊണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംഭോരുഹൗ മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്നു ബുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനും. ഹരേ രാമ രാമ. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരുഷിച്ചാനുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങിതതാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തു രാഘവനൂഢമോദം മുകർന്നിടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണിയുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. ഹരേ രാമ. രാവണന്റെ വിലാപം.
യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നത് ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹഹാ കുമാരമണ്ഡോദരീ നന്ദന, ഹഹാ സുകുമാര വീര മനോഹര, മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നിതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായിതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതു കൊണ്ടു ഞാൻ. കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയാം ദുഷ്ടനാം രാവണനെ കണ്ടു, സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായ എത്രയും വേപഥുഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരെ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്തരം. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദനാം പുണ്യജനാധിപൻ. സമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരേ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്രപ്രവരാ പ്രഭോ മയാസാർത്ഥം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ. ജാനകീദേവിയെ പ്രാപിച്ചുകൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘൂത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.